ഹായ് ഫ്രണ്ട്സ്, എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ ഷിബു ചമ്പക്കര. ഇന്ന് വിൽപ്പനയ്ക്കുള്ള ഒരു വീട് പരിചയപ്പെടുത്തുന്നത് എറണാകുളത്ത് മുളന്തുരുത്തി തുപ്പാമ്പടി ജംഗ്ഷനടുത്താണ്. ഇവിടെ നല്ല ശുദ്ധവായുവും വെള്ളവും ലഭിക്കുന്ന പ്രകൃതി രമണീയമായ സ്ഥലത്ത് 4.5 സെന്റിൽ നല്ല ഗുണമേന്മയുള്ള നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വസിക്കാവുന്ന രീതിയിൽ പണിതിരിക്കുന്ന 1800 സ്ക്വയർ ഫീറ്റ് ഒരു പുതിയ 4 BHK ഇരുനില വീടിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആകർഷകമായ രീതിയിൽ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഡിസൈൻ വർക്ക് കൊടുത്ത് ലോറി കടന്നു വരുന്ന വഴിക്ക് അഭിമുഖമായി വടക്ക് ദർശനത്തിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് 2 ഗേറ്റുകളാണ് നൽകിയിരിക്കുന്നത്. കാറ് അകത്ത് പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യത്തിന് ലെഫ്റ്റ് സൈഡിൽ സ്ലൈഡ് ചെയ്ത് സൈഡിലേക്ക് തുറക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഒരു റെയിൽ മോഡൽ ഗേറ്റും നടുഭാഗത്തായി നടന്ന് വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരു ചെറിയ ഗേറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നടുവിലെ ചെറിയ ഗേറ്റിലൂടെ അകത്തേക്ക് പ്രവേശിക്കാം. വീടിന്റെ ഫ്രണ്ട് ഭാഗം എല്ലായിടത്തെയും പോലെ തന്നെ ഇന്റർലോക്ക് ടൈലാണ് പാകിയിരിക്കുന്നത്. ചുറ്റുമതില് ഗേറ്റ്, കാർ പാർക്കിംഗ്, ശുദ്ധമായിട്ടുള്ള വെള്ളമുള്ള കിണർ, സിറ്റ് ഔട്ട്, ഗസ്റ്റ് ലിവിങ്, ഡൈനിങ് ഏരിയ, താഴെ 2 അറ്റാച്ച്ഡ് ബെഡ്റൂം, അടുക്കള, വർക്ക് ഏരിയ, മുകളിൽ അപ്പർ ലിവിങ് ഏരിയ, ബാൽക്കണി, 2 അറ്റാച്ച്ഡ് ബെഡ്റൂം, വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്യുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഒരു ഓപ്പൺ ഏരിയ. അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഐഡിയാപരമായിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ളത് സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് സ്റ്റെപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആ ഏരിയയിൽ ചെടികളൊക്കെ നടാനുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും ചെടി നടാനുള്ള ഏരിയയും മൊത്തം ബ്ലാക്ക് ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ മുകൾ ഭാഗത്ത് GI സ്ക്വയർ പൈപ്പിൽ ഒരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം 4 അടിയും വീതി 27.5 സെന്റിമീറ്ററുമാണ്. ഈ സിറ്റ് ഔട്ടിന്റെ വലിപ്പം 9.5 അടി നീളവും 4.25 അടി വീതിയുമാണ്. 45 സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റ് ഔട്ട് ഉള്ളത്. ഫ്രണ്ട് ഡോറ് പ്ലാവിലും ഡോറിന്റെ കട്ട്ല ആഞ്ഞിലിയിലുമാണ് പണിതിരിക്കുന്നത്. ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ. ലിവിംഗ് ഏരിയയുടെ തട്ടിലാണെങ്കിൽ നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുന്ന ഭാഗത്ത് റൈറ്റ് സൈഡിൽ TV സെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ TV ഫിക്സ് ചെയ്യുന്ന ഭാഗം ലിവിംഗ് ഏരിയയിലും ഡൈനിങ് ഏരിയയിലും ഇരുന്ന് കാണാൻ സാധിക്കുന്ന വിധം 2 ഭാഗത്തേക്കും റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് പണിതിരിക്കുന്നത്. ഇവിടെ സ്റ്റെയറിന്റെ താഴെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗം മൊത്തം ഇവര് ഡോറ് സെറ്റ് ചെയ്ത് കവേർഡ് ആക്കിയിട്ടുണ്ട്. ഈ ലിവിംഗ് ഏരിയയുടെ വലിപ്പം 19.5 അടി നീളവും 10 അടി വീതിയുമാണ്. 195 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ലിവിംഗ് ഏരിയയുള്ളത്. ഇതാണ് ഡൈനിങ് ഏരിയ. ഇവിടെ ഡൈനിങ് ഏരിയയുടെ തട്ടിലാണെങ്കിലും നല്ലൊരു ജിപ്സം ബോർഡ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ലെഫ്റ്റ് ഭാഗത്ത് 3 ഡോറോട് കൂടിയ ഒരു ടേബിളും അതിന് തൊട്ട് മുകളിലായി ഒരു ഷോക്കേഴ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ടേബിൾ ടോപ്പ് സ്ക്വയർ ടൈപ്പ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് സ്ലാബിലാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം 13 അടി നീളവും 9.5 അടി വീതിയുമാണ്. 123.5 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത്. ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഫസ്റ്റ് ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന്റെ വലിപ്പം 11.25 അടി നീളവും 10.25 അടി വീതിയുമാണ്. 121 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത്. തട്ടിലൊക്കെ ആണെങ്കിൽ LED ലൈറ്റ്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്നതാണ് ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം. വാളില് ഡാർക്ക് ഗ്രേ കളറും വൈറ്റ് കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിൽ ലൈറ്റ് ഗ്രേ കളർ ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 7.5 അടി നീളവും 4 അടി വീതിയുമാണ്. 30 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത്.
ഡൈനിങ് ഏരിയയിൽ നിന്നും ചെറിയൊരു പാസേജ് കൊടുത്തിട്ടാണ് രണ്ട് ഭാഗത്തായിട്ട് രണ്ട് ബെഡ്റൂമുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 10.25 അടി നീളവും 9.25 അടി വീതിയുമാണ്. 99.5 സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. വാളിൽ വൈറ്റ് കളറും ബ്ലൂ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിൽ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ആയിട്ടാണ് വിരിച്ചിരിക്കുന്നത്. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 7.25 അടി നീളവും 4.25 അടി വീതിയുമാണ്. 31 സ്ക്വയർ ഫീറ്റാണ് ഈ ബാത്റൂം ഉള്ളത്. ഇതാണ് ഇവിടുത്തെ അടുക്കള. ഡോറ് വുഡിലും ഗ്ലാസ്സിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിൽ മൊത്തം വുഡൻ ടൈപ്പ് ആൻറ്റി സ്കിഡ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത്. കിച്ചൺ സ്ലാബ് മൊത്തം ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് വിരിച്ചിരിക്കുന്നത്. മുകളിൽ ബെർത്തിലാണെങ്കിൽ മൊത്തം ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേഡ് ആക്കിയിട്ടുണ്ട്. ഈ അടുക്കളയുടെ വലിപ്പം 10 അടി നീളവും 9.5 അടി വീതിയുമാണ്. 95 സ്ക്വയർ ഫീറ്റാണ് ഈ അടുക്കളയുള്ളത്. കിച്ചൺ സ്ലാബിലാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ അടുക്കളയോട് ചേർന്ന് തന്നെയുള്ള ഒരു വർക്ക് ഏരിയ. ഇതും സെമി ഫർണിഷ്ഡ് ആണ്. ഇവിടെ ഒരു സ്ലാബും അതിലൊരു സിങ്കും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുക്കള പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വർക്ക് ഏരിയയുടെ വലിപ്പം 9.5 അടി നീളവും 5 അടി വീതിയുമാണ്. 47.5 സ്ക്വയർ ഫീറ്റാണ് ഈ വർക്ക് ഏരിയയുള്ളത്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഫസ്റ്റ് ഫ്ലോറിലുള്ള വിശേഷങ്ങളാണ്. ഈ കാണുന്നതാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ മൊത്തം നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ട ലെപ്പോത്ര ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബ് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഈ സ്റ്റെപ്പിൻ്റെ നീളം 90 സെൻറ്റിമീറ്ററും വീതി 26 സെൻറ്റിമീറ്ററുമാണ്. ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഗേജുള്ള ക്വാളിറ്റി കൂടിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ക്വയർ പൈപ്പിലാണ്. കയറി വരുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഈ അപ്പർ ലിവിങ് ഏരിയയുടെ വലിപ്പം 16.25 അടി നീളവും 10.25 അടി വീതിയുമാണ്. 171.5 സ്ക്വയർ ഫീറ്റാണ് ഈ അപ്പർ ലിവിങ് ഏരിയ ഉള്ളത്. ഇവിടെയും 2 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണുള്ളത്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 11.25 അടി നീളവും 10.25 അടി വീതിയുമാണ്. 121 സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളുടെയും ഫ്ലോറിൽ കാല് ഉരയ്ക്കുന്നതിനായിട്ടുള്ള കല്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 7.5 അടി നീളവും 4 അടി വീതിയുമാണ്. 30 സ്ക്വയർ ഫീറ്റാണ് ഈ ബാത്റൂം ഉള്ളത്. ഇതാണ് ഇവിടുത്തെ നാലാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 10.25 അടി നീളവും 9.25 അടി വീതിയുമാണ്. 99.5 സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത്. ഈ കാണുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. വാളിലും ഫ്ലോറിലും വൈറ്റ് കളറും യെല്ലോ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 7.25 അടി നീളവും 4.25 അടി വീതിയുമാണ്. 31 സ്ക്വയർ ഫീറ്റാണ് ഈ ബാത്റൂം ഉള്ളത്. വാളിലും ഫ്ലോറിലും 3 mm സ്പേസർ കൊടുത്ത് മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഈ അപ്പർ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണിയാണ്. ഈ കാണുന്നതാണ് ബാൽക്കണി. സൈഡിൽ സ്റ്റീലിലും ഗ്ലാസ്സിലും മൊത്തം ഹാൻഡ് റെയിൽ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. അതിൽ മൊത്തം ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ബാൽക്കണിയുടെ വലിപ്പം 10.5 അടി നീളവും 5 അടി വീതിയുമാണ്. 52.5 സ്ക്വയർ ഫീറ്റാണ് ഈ ബാൽക്കണി ഉള്ളത്. ഇതാണ് ഇവിടുത്തെ ഓപ്പൺ സ്പേസ്. ഫ്ലോറിൽ ടൈലൊന്നും ഇട്ടിട്ടില്ല. ഇപ്പോൾ വാങ്ങിക്കുന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ബിൽഡർ തന്നെ ടൈലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. മുകളിൽ മൊത്തം ഡ്രസ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം 16.25 അടി നീളവും 15 അടി വീതിയുമാണ്. 251 സ്ക്വയർ ഫീറ്റാണ് ഈ ഓപ്പൺ ഏരിയ ഉള്ളത്. ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും അതിൻ്റെ സ്വിച്ചും സോക്കറ്റും ഡ്രെയിനേജ് വാട്ടർ പുറത്തേക്ക് ഒഴുക്കി കളയാനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഇവിടെ സ്റ്റെയർ കയറി മുകളിലേക്ക് വരുന്ന ഭാഗത്ത് ഒരു GI സ്ലൈഡിംഗ് ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡോറ് സ്ലൈഡ് ചെയ്ത് നീക്കി നമുക്ക് മുകളിലെ ടെറസിലേക്ക് കയറാവുന്നതാണ്. മുകളിലാണ് വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഞാൻ മുകളിലേക്ക് കയറുന്നില്ല. യാതൊരു കാരണവശാലും സ്ലൈഡിംഗ് ഡോർ അടച്ചാൽ ഡോറിൻ്റെ സൈഡിലൂടെ ഒരു തരി വെള്ളം പോലും താഴേക്ക് വീഴുകയില്ല. അത്ര സേഫ്റ്റി ആയിട്ടാണ് ഡോർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തുള്ള എല്ലാ വിശേഷങ്ങളും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പുറത്തുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഇവിടെ വീടിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു കിണർ കാണാം. കിണറിൻ്റെ ടോപ്പിലാണെങ്കിൽ GI ഗ്രില്ലിൻ്റെ ഒരു മൂടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലാൻഡ് വാങ്ങിച്ചപ്പോഴാണ് ഈ കിണർ കുത്തിയത്. അപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട് കിണർ കുത്തിയിട്ട്. അതുകൊണ്ട് ഉള്ളിലൊക്കെ കുറച്ച് പച്ചയൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ കിണറ്റിലുള്ള വെള്ളം നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. ഒരു വേനൽക്കാലത്തും ഈ വെള്ളം വറ്റുകയുമില്ല. ഉള്ളിലുള്ള പച്ചയൊക്കെ ഇവർ വീട് വാങ്ങിക്കുന്ന സമയത്ത് ഹാൻഡ് ഓവർ ചെയ്യുന്ന ആ ടൈമിൽ ക്ലീൻ ചെയ്ത് തരുന്നതായിരിക്കും. ഇവിടെ വീടിൻ്റെ റൈറ്റ് മൂലയ്ക്കായിട്ട് ഒരു അലക്കുകല്ല് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വർക്ക് ഏരിയയുടെ ഭാഗമായിട്ട് വരുന്ന ഏരിയ. ഇവിടെ നിന്നും വൈറ്റ്ല ജംഗ്ഷനിലേക്ക് 15 കിലോമീറ്ററാണ് ദൂരമുള്ളത്. തൃപ്പൂണിത്തുറയിലേക്ക് 11 കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് 4 കിലോമീറ്ററും കരാട്ടെക്കുരിശിലേക്ക് 3 കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് 5.5 കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് 7.5 കിലോമീറ്ററും പിറവത്തേക്ക് 11 കിലോമീറ്ററും നടക്കാവിലേക്ക് 6.5 കിലോമീറ്ററും പുതിയകാവ് ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്ക് 8.25 കിലോമീറ്ററും കാക്കനാടേക്ക് 17 കിലോമീറ്ററും SN മെട്രോ സ്റ്റേഷനിലേക്ക് 12 കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് 15 കിലോമീറ്ററും നേവൽ ബേസിലേക്ക് 20 കിലോമീറ്ററുമാണ് ഇവിടെ നിന്ന് ദൂരമുള്ളത്. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മുളന്തുരുത്തിയാണ്. അങ്ങോട്ട് 3.5 കിലോമീറ്ററാണ് ദൂരമുള്ളത്. തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് 10 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഈ 4.5 സെൻറ്റ് സ്ഥലവും 1800 സ്ക്വയർ ഫീറ്റ് 4 BHK ആയിട്ടുള്ള ഈ പുതിയ ഇരുനില വീടിനും കൂടി ഇവർ പ്രതീക്ഷിക്കുന്ന വില 59 ലക്ഷം രൂപയാണ്. റേറ്റ് നെഗോഷിയബിൾ ആണ്. വന്ന് നേരിട്ട് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലിലെത്താവുന്നതാണ്. എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ എല്ലാ പേപ്പേഴ്സും എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും. വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.